ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂറാസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കൈക്കുഴിയും കൈയും എങ്ങനെ അളവെടുത്ത് വെട്ടാം എന്നാണ് കാണിക്കുന്നത്. അതിന് വേണ്ടുന്ന 3 അളവുകളാണ് ഞാനിവിടെ കാണിച്ചേക്കുന്നത്. കൈക്കുഴിയുടെ ചുറ്റളവും പിന്നെ ഇടവണ്ണം, കൈയുടെ ഒരു കുറച്ച് താഴെയുള്ളൊരു വണ്ണം, പിന്നെ മുൻകൈ വണ്ണം, അതായത് നമുക്ക് എത്ര കൈ നീളം എടുക്കണ്ടോ അതിൻ്റെ ഏറ്റവും താഴെയുള്ള വണ്ണം. ഈ ഇടവണ്ണം എന്ന് കാണിക്കുന്നത് സ്ലീവിൻ്റെ അവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു 5 ഇഞ്ച് താഴ്ത്തിയിട്ട് പിന്നെ സ്ലീവിന് കിട്ടുന്ന ചുറ്റളവാണ് ഇടവണ്ണം എന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ബോഡിയുടെ അളവ് എടുത്തിട്ടാണ് ഈ അളവുകൾ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഈ അളവുകൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കൈക്കുഴിയും കൈയും കട്ട് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണേ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ശ്രദ്ധിച്ചിരുന്ന് മുഴുവനായിട്ട് കാണണം, എന്നാലേ എല്ലാവർക്കും മനസ്സിലാവുള്ളൂ. ഇത് എളുപ്പത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാനിവിടെ പറയുന്നത്. എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ കൂടെ എന്നോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചുരിദാറിൻ്റെ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യണത്. അതിൻ്റെ ലെങ്ത്തും ഷോൾഡറൊക്കെ കൂടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡർ 7.5 ഇഞ്ചും നെക്കിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തേക്കണ അളവില്ലേ, കൈക്കുഴിയുടെ അളവ് 17.5 ഇഞ്ച് എടുത്തിട്ടില്ലേ, അതിൻ്റെ 1/3 നമ്മൾ ഡിവൈഡ് ചെയ്തെടുക്കണം. 17.5യുടെ 1/3 നമുക്ക് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ 5.83 കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ ഒരു 3/4 ഇഞ്ച് 0.75, അതായത് 3/4 ഇഞ്ച് നമ്മൾ കൂട്ടണം. ഈ 5.83ൻ്റെ കൂടെ 3/4 ഇഞ്ച് കൂട്ടുമ്പോൾ നമുക്ക് 6.58 കിട്ടും, അതായത് 6.5 ഇഞ്ച്. 6.5 ഇഞ്ച് നമുക്ക് കൈക്കുഴി, ഈ കൈക്കുഴി വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് കൈക്കുഴിയുടെ അളവ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 6.5 വെച്ച് നമുക്കിപ്പോൾ 6.5 കൈക്കുഴിയുടെ അളവ് കിട്ടിയല്ലോ. ഇനിയിപ്പോൾ അത് നമ്മൾ വേറൊരു രീതിയിലും കൂടി എടുക്കുന്നുണ്ട്. അത് ഇടവണ്ണം എന്ന് പറഞ്ഞാൽ നമ്മൾ 15 ഇഞ്ച് കിട്ടിയിട്ടില്ലേ, നമുക്ക് അതിൻ്റെ ഹാഫ് എടുക്കും, അതായത് 7.5 ഇഞ്ച്. ആ അളവ് വെച്ചും നമുക്ക് ഇതേപോലെ തന്നെ കൈക്കുഴി കണ്ടുപിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ചെസ്റ്റ് അടയാളപ്പെടുത്തണം. ചെസ്റ്റ് ഇവിടെ ഒരു 11 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ 11 ഇഞ്ചിലേക്ക് നമ്മൾ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ചെരിച്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അപ്പോൾ ചെരിച്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്തുനിന്ന് ഈ 11 ഇഞ്ചിലേക്ക് നമ്മൾ 7.5 എവിടെ കിട്ടണോ അവിടെ മാർക്ക് ചെയ്യണം. അതായത് ഇടവണ്ണത്തിൻ്റെ പകുതി എവിടെ കിട്ടണോ അത് മാർക്ക് ചെയ്യണം. അതിപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 11 ഇഞ്ചിലേക്ക് ഞാൻ ഈ 7.5 മാർക്ക് ചെയ്തിട്ടുണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കേട്ടോ. എന്നിട്ട് നമുക്കതവിടെ വരച്ചെടുത്തിട്ട് അത് എത്ര കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ലെങ്ത്ത് അറിയാൻ വേണ്ടി ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് നോക്കുമ്പോൾ ഒരു 6.5 ഇഞ്ചിന് നമുക്ക് കറക്റ്റ് കിട്ടും. അതായത് കൈക്കുഴി നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ 3/4 ഇഞ്ച് കൂട്ടിയെടുത്തില്ലേ, ആ അളവ് നമുക്കിവിടെ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ രണ്ടും ഈക്വലാണ് കേട്ടോ. ഇവിടെ നിന്നുള്ള 7.5 ഇഞ്ചും ഇവിടെ നിന്നുള്ള 6.5 ഇഞ്ചും കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിച്ച കണക്ക് തന്നെ കിട്ടി. ഇനി നമുക്ക് ഇവിടെ ഷോൾഡറിൻ്റെ അളവ് മാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു ബോക്സ് വരച്ച് കൈക്കുഴി മാർക്ക് ചെയ്യാം. കൈക്കുഴി ഷേപ്പ് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കൈക്കുഴി കിട്ടിയിട്ടാണ്. ഇപ്പോൾ എളുപ്പത്തിൽ തന്നെ കൈക്കുഴി നമുക്ക് മനസ്സിലായില്ലേ. ബോഡിയുടെ അളവെടുത്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൈക്കുഴി എങ്ങനെ അളവെടുത്ത് വെട്ടാമെന്നാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചത്. ഇനി ഈ അളവ് വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ കൈയും വെട്ടിയെടുക്കുന്ന കാര്യം കൂടി നോക്കാം. ഇതിപ്പോൾ ഇങ്ങനെ വളച്ച് നമ്മൾ മാർക്ക് ചെയ്ത് നോക്കുമ്പോൾ 8.25 കറക്റ്റ് കിട്ടുന്നുണ്ട്. 17.5 ഇഞ്ച് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 17.5 ഇഞ്ചിൽ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച്, ഇപ്പോൾ 18.5 ഇഞ്ചാണെങ്കിൽ 18.5 3 വെച്ച് ഡിവൈഡ് ചെയ്യണം, എന്നിട്ട് 3/4 ഇഞ്ച് കൂട്ടണം. അങ്ങനെയാണ് കേട്ടോ എല്ലാ അളവും എടുക്കേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ കൈക്കുഴി കണ്ടുപിടിച്ച് ഇനി ഇത് കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ ചെയ്യണത് ഇവിടെ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കിതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യണം എങ്ങനെയെന്നും കൂടി നോക്കാം. അപ്പോൾ ബാക്കി എല്ലാ അളവും ഞാൻ മാർക്ക് ചെയ്തിട്ട് ആ ബോഡി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇനി സ്ലീവ് എങ്ങനെ മാർക്ക് ചെയ്യേണ്ടതെന്ന് കാണിക്കാം. അതിനുവേണ്ടി ബാക്കിയുള്ള പീസ് മടക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിഭാഗം കുറച്ച് ജോയിൻറ്റ് ചെയ്യാനുണ്ട്. ലൈനിങ് പീസല്ലേ, നമുക്ക് ജോയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞാൻ അവിടെ എടുത്തിട്ടുണ്ട്. അതിനുവേണ്ടി ആദ്യം തന്നെ ലെങ്ത്ത് അടയാളപ്പെടുത്തണം. പിന്നെ ഈ ഭാഗത്തായിട്ടൊരു 3.5 ഇഞ്ച് നമുക്ക് കുഴിച്ചു വെട്ടാനുള്ള ഭാഗമാണിത്. ഇത് 3.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്നാണ് നമ്മൾ ഇടവണ്ണം അളക്കാൻ വേണ്ടിയുള്ള 5 ഇഞ്ച് താഴ്ത്തി അടയാളപ്പെടുത്തുന്നത്. ഇവിടെ 5.5 ഇഞ്ച് ഞാൻ താഴ്ത്തിയിട്ടാണ് ഈ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തേക്കുന്നത് കേട്ടോ. ഇടവണ്ണം 15 കിട്ടിയിട്ടുണ്ടല്ലോ,
അതിൻ്റെ ഹാഫ് കൂടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. മുൻകൈ വണ്ണം 12 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ മോൾ ഭാഗത്തൊരു 1.5 ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ചെരിച്ച് നമുക്ക് ഈ 3.5യിലേക്ക് വരച്ചെടുക്കാം. അപ്പോൾ 3.5 ഇങ്ങനെ അനന്തമായിട്ട് കിടക്കുകയാണ്. അവിടെ എത്ര മാർക്ക് ചെയ്യണമെന്ന് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇടവണ്ണം 15 കിട്ടിയില്ലേ, അതിൻ്റെ ഹാഫിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടി കൂട്ടിയെടുക്കണം. അപ്പോൾ 7.5യുടെ കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുക്കണം. അതാണ് ഇവിടുത്തെ വണ്ണം. അത് മോളിൽ നിന്ന് അറ്റത്തുനിന്ന് ഈ 3.5യിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ നമുക്കിവിടെ 8.5 മാർക്ക് ചെയ്യാം. ഇവിടെ ഇടവണ്ണം 7.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടിയെടുക്കണതാണ് മുകളിലത്തെ വണ്ണം. പിന്നെ താഴെ 12 ഇഞ്ചും മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കതൊരു ലൈനാക്കി വരക്കാം. ഇപ്പോൾ ഇത് ലൈനാക്കി വരച്ചിട്ടുണ്ട്. നമുക്ക് കൈ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കാം. ഷേപ്പ് ചെയ്ത് വരച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇതിൻ്റെ ഫ്രണ്ടിൽ കുഴിച്ചു വിട്ടാനുള്ള ഭാഗം കൂടി മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ രണ്ടും ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യൽ തുമ്പ് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതും കൂട്ടി മാർക്ക് ചെയ്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് അളവാണ് മാർക്ക് ചെയ്തേക്കണേ. ഇനി തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയെടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ലൈനാക്കി വരച്ചിട്ട് നമുക്ക് ഇനി അതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. ഇത്ര സിമ്പിളാണ് നമുക്ക് കൈക്കുഴിയും കൈയും കട്ട് ചെയ്തെടുക്കാൻ, അളവ് വെച്ച് കട്ട് ചെയ്തെടുക്കാൻ. അപ്പം ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ അറിയിക്കണം. ഞാനിപ്പോൾ അതേ ഈ കറക്റ്റാണോ എന്ന് അറിയാൻ വേണ്ടി ഷോൾഡറിൻ്റെ ഭാഗം തയ്യൽ തുമ്പ് മടക്കി വെച്ചിട്ട് ബാക്കി ആ ചെസ്റ്റിൻ്റെ ആ ഭാഗം വരെയുള്ള ഇത് പിടിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടണ്ട കേട്ടോ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ ഇടവണ്ണം എന്നുള്ളത് അത് എന്തായാലും നമ്മൾ അളവെടുക്കുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് എടുക്കാൻ ഓർക്കണം. എന്നാലാണ് നമുക്ക് ഈ അളവുകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഇടവണ്ണം കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ അളവായിരിക്കും ഈ കൈയുടെ ഇടവണ്ണം എന്ന് പറയണത്. അത് വണ്ണത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആ ബോഡിയുടെ അളവ് എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ആ അളവ് പ്രത്യേകം നോട്ട് ചെയ്യണം. അത് വെച്ചാണ് നമ്മൾ ഈ കൈയും കൈക്കുഴിയൊക്കെ മാർക്ക് ചെയ്യണതും കട്ട് ചെയ്യണതും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒക്കെ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിക്കാം. ഇവിടെ ചെറിയൊരു ജോയിൻറ്റ് വരുന്നുണ്ട്, അത് ജോയിൻറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഈ ചാനലിൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.